ED സ്വർണ്ണക്കൊള്ള കേസ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. മുരാരി ബാബുവാണ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. മുരാരിക്ക് വല്ല ദേഹാസ്വസ്ഥയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ഇല്ലാതില്ല. എന്ത് സംഭവിക്കും സർ? മുരാരിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ദേഹാസ്വാസ്ഥ്യം. ഒന്നാമത് ED എടുത്ത് പോകുമ്പോൾ ആർക്കും വലിയ ദേഹാസ്വാസ്ഥ്യം തോന്നേണ്ട കാര്യമില്ല. പിന്നെ ED കേസ് ഏറ്റെടുത്തോടുകൂടി നമുക്കൊരു കാര്യം അന്നേ ഉറപ്പിക്കാമായിരുന്നു, ഈ കേസ് എങ്ങെത്താൻ പോകുന്നില്ല. നയതന്ത്ര കേസ്, സ്വർണ്ണക്കൊള്ള കേസ് പോലെ മറ്റൊരു കേസായിട്ട് അവശേഷിക്കുന്നു ഇതിൻ്റെ വിധി എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ്. പക്ഷേ ഹൈക്കോടതി വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. ആത്മാർത്ഥമായിട്ടെന്നല്ല, ഇതിൽ കൂടുതൽ ശ്രമിക്കാൻ പറ്റത്തില്ല. കോടതി ലഭ്യമാക്കുന്ന ആ ഒരു അധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതേ സമയത്ത് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു വീര്യം കളയാതെ സൂക്ഷിച്ചുകൊണ്ട്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവരെ ഉപദേശിച്ചുകൊണ്ടും ചെറിയ തട്ട് കൊടുത്തുകൊണ്ടും അവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കിക്കൊണ്ടുമൊക്കെ പല പണിയും പിന്നെ ഹൈക്കോടതി ശ്രമിച്ചു നോക്കി. കോടതി പറയുമ്പോൾ മാത്രമാണ് പലരെയും ചോദ്യം ചെയ്യുന്നത് പോലും. അതെ, ഈ ഹൈക്കോടതിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട് ഇതിനകത്ത്. കാരണം ഹൈക്കോടതിയുടെ മുമ്പിൽ നമ്മുടെ കയ്യിലില്ലാത്ത ഒരുപാട് രേഖകൾ ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഇത് അവർക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റുമല്ലോ ഇതിൻ്റെ കിടപ്പുവശം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഹൈക്കോടതി ഈ അന്വേഷണ സംഘത്തെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിയമിച്ചത്. അതൊരു പരിധി വരെയൊക്കെ മുമ്പോട്ട് പോയി. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ഒരു നടപ്പ് ദിനം SITയെ ബാധിച്ചിരുന്നു. ആ നടപ്പ് ദിനത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ കുഴമ്പും എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് ഹൈക്കോടതി അത് വൃത്തിയാക്കി കൊണ്ടുവന്ന് അവസാനം കുറച്ച് പേരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ ശങ്കരദാസിൻ്റെ അറസ്റ്റ് വന്നപ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ട് ഈ ശങ്കരദാസിൻ്റെ അസുഖത്തിനേക്കാൾ വലിയ അസുഖമാണെന്ന് തോന്നുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുള്ളവർക്ക് വന്നത്. അറസ്റ്റ് വൈകി നഗ്നമായ ഹൈക്കോടതിയെ വെല്ലുവിളിയായിരുന്നു ഒരു പിന്നെ ആശുപത്രിയിൽ കയറി ശങ്കരദാസിൻ്റെ അഭിനയം. അതിനേക്കാൾ നമുക്ക് ലജ്ജാവഹമായിട്ട് തോന്നുന്നതും ജുഗുപ്സാവഹമായിട്ട് തോന്നുന്നതുമായ ഒരു കാര്യമാണ് ഈ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബിനോയ് വിശ്വം, CPIയുടെ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അസുഖം കണ്ട ആർക്കാണ് തോന്നാത്തത്, അദ്ദേഹം ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്, ഇങ്ങനെ അവിശ്വസിക്കാൻ പാടുണ്ടോ? എനിക്കറിയുന്ന ശങ്കരദാസ് ഇങ്ങനെ ചെയ്യത്തില്ല, നിരപരാധിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു എപ്പോഴും വലിയ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും CPMനെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ PM ശ്രീ പദ്ധതി പിന്നെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് തടസ്സം നിന്ന വ്യക്തിയാണ് ബിനോയ് വിശ്വം. ബുദ്ധിജീവിയാണ്, പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് അഴിമതിയൊന്നുമില്ല, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹം പോലും ഇത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സമ്മർദ്ദത്തിൻ്റെ അടിപ്പെട്ട്, കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ അന്വേഷിക്കുന്നത്, അല്ലേ? ഇവർക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്ത് തന്നെ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞാലും ഈ ഹൈക്കോടതിയുടെ കീഴിലല്ല അവർ വർക്ക് ചെയ്യുന്നത്. അവർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനത്തിൽ. ഹൈക്കോടതിയുടെ മേൽനോട്ടം മാത്രമേ ഉള്ളൂ. ഈ മേൽനോട്ടം ഈ അന്വേഷണം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർ നമ്മുടെ ഈ സ്റ്റേറ്റിലല്ലേ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. പിന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT വർക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ SITയുടെ അന്വേഷണമൊക്കെ വരുമ്പോൾ പറയും വളരെയധികം പ്രഷറുണ്ട്, ഇത് കേസ് എങ്ങ് എത്തില്ല എന്ന് പറയും. പക്ഷെ അത്തരത്തിൽ കോടതി ഇടപെട്ട ഒരു കാര്യത്തിൽ സ്റ്റേറ്റിന് അത്തരത്തിലൊരു പ്രഷർ കൊടുക്കാൻ സാധിക്കും? പ്രഷറിന് അങ്ങനെ കൊടുക്കേണ്ട സാഹചര്യം അവർക്കൊന്നും, എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഒരു ലെവലിനപ്പുറത്തേക്ക് SIT പോകുന്നില്ല എന്ന് സ്റ്റേറ്റ് വിചാരിച്ചു. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് ജനങ്ങളുടെ ഇടയിലും ജനങ്ങളും സംശയിക്കുന്നു. ഈ SITയുടെ അന്വേഷണം യഥാർത്ഥ കൊള്ളക്കാരിലേക്ക്, കള്ളന്മാരും അല്ല കൊള്ളക്കാരിലേക്ക്, ശബരിമല നടന്നത് സ്വർണ്ണക്കൊള്ളയാണല്ലോ. അപ്പോൾ യഥാർത്ഥ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരിലേക്ക് അന്വേഷണം ഇതുവരെ പോയിട്ടില്ല. അന്വേഷണം അതിൻ്റെ ഒരു 16-ാം പടിയിലോ 15-ാം പടിയിലോ എത്തി നിൽക്കുകയുള്ളൂ. അത് 18-ാം പടി കയറാതെ യഥാർത്ഥ കൊള്ളക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു 15-16 പടി കയറി വന്ന് 17-ലേക്ക് ഇങ്ങനെ കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പറ്റുന്നില്ല. അതാണിപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നഗ്നമായിട്ടുള്ള ഹൈക്കോടതി ചോദിക്കുന്നത്,
ഇപ്പം ആൾക്കാർ ഓരോരുത്തരായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി വരും. മുരാരി ബാബു എങ്ങനെ ഇറങ്ങി വന്നത്? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഈ പ്രത്യേക അന്വേഷണ സംഘം അനുവദിക്കാതെ, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യമില്ലാതെ ഈ മുരാരി ബാബു പുറത്തേക്ക് ഇറങ്ങുമോ? കുറ്റപത്രം കൊടുക്കാനായിട്ട് ഇനിയും വൈകുമെന്ന് പറയുന്നു. വൈകുന്നു. അപ്പോൾ സ്വാഭാവികമായ ജാമ്യം കിട്ടും. അങ്ങനെ ഇനി ഓരോരുത്തർ ഇറങ്ങി വരും. പക്ഷേ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലോ സർ, ഈ സ്വാഭാവിക ജാമ്യം ഇങ്ങനെ കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് വളരെയധികം വേദനയോടാണ് ഹൈക്കോടതി ചോദിച്ചത്. കാര്യം ഒരു ജനതയുടെ വേദന ശരിക്കും പറഞ്ഞാൽ ആ വാക്കുകളിൽ നമുക്ക് കാണാമായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കത്തില്ല. ഇതുവരെ 2 ഇത് വരും. ഇപ്പം എന്ത് വിഷയം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലും 2 ദിവസത്തെ ചാനൽ ചർച്ച. ആ ചാനൽ ചർച്ചയെ മറികടക്കുന്ന രീതിയിലുള്ള വേറെ ഏതെങ്കിലും ഒരു വിഷയങ്ങൾ ആഭ്യന്തര വകുപ്പ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടോ പുറത്തേക്ക് ഇട്ടുകൊടുക്കും. പിന്നെ അതിൻ്റെ പുറത്ത് കടിച്ചു പിടിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്ത് നടക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഓർമ്മിപ്പിക്കും. പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സർക്കാരും ന്യായീകരിക്കുന്നത് അത് ഇടപെടില്ല, അന്വേഷണം വളരെ ശക്തമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. തെറ്റായ ധാരണ, അടിസ്ഥാനരഹിതം. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അടിസ്ഥാനരഹിതം. അപ്പോൾ അടിസ്ഥാനരഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പാർട്ടി ഭരണകക്ഷിയുടെ നേതാക്കൾ, CPMൻ്റെ സെക്രട്ടറി, ഇവരെല്ലാം ഇതുപോലെ അടിസ്ഥാനരഹിതം ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെ തട്ടിക്കയറി 2 ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് മാധ്യമപ്രവർത്തകരും പെട്ടെന്ന് ഒരു പ്രതിരോധാവസ്ഥയിലേക്ക് എത്തുന്നു. അത് കൊടുക്കുന്നു. അവർക്കത് മതി. മുഖ്യധാരാ മാധ്യമപ്രവർത്തകർക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതും അവർക്കറിയാം. പ്രതിപക്ഷത്തിനൊന്നും ആവില്ലാത്ത രീതിയിൽ തന്നെയല്ല, വേണ്ട രീതിയിൽ പ്രതിപക്ഷം ഈ ക്രിയാത്മകമായ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അതൊരു പക്ഷേ സോണിയയിലേക്കുള്ള വഴിയേക്കാൾ ഉപരി എന്തുകൊണ്ടോ അവർക്ക് ക്രിയാത്മകമായിട്ട് സോണിയയിലേക്കുള്ള വഴിയൊന്നും എനിക്ക് തോന്നുന്നില്ല. സോണിയാഗാന്ധി ഈ പോറ്റിയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജയറാമിനെ പോയി കണ്ടു. ഇപ്പോൾ ജയറാമിനെ പോയി കണ്ടതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ വ്യക്തികളുടെ ചില സ്ഥിരം ശൈലികളാണ്. പ്രമുഖരോടൊപ്പം നിൽക്കുന്ന പടം എടുത്ത് കാണിക്കും. അവരുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് ആണല്ലോ. ഈ വാതിൽപ്പടി കൊണ്ട് പൂജിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചതിൻ്റെ ചിത്രം വീഡിയോ എടുത്ത് ഒരു വലിയ ധനികൻ്റെ അടുത്തുകൊണ്ട് കാണിക്കുന്നു, പണക്കാരൻ്റെ അടുത്തുകൊണ്ട് കാണിക്കുന്നു. അപ്പോൾ ജയറാം ഇത് ഇത്ര ലക്ഷം രൂപയ്ക്കാണ്, 50 ലക്ഷം രൂപയ്ക്ക്, അല്ലെങ്കിൽ 1 കോടി റുപ്യയാണ് ജയറാം ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അത് അയാൾ അറിയുന്നില്ലല്ലോ ജയറാം അത്ര കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. ജയറാം 5 പൈസ കൊടുത്തിട്ടുള്ളത് ജയറാം പറയുന്നത് പോലീസ് അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ഇതുപോലെ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി നിൽക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വലിയ വ്യക്തിയാണ്. സോണിയാഗാന്ധി മുതൽ അങ്ങ് പിന്നെ എല്ലാ മന്ത്രിമാരുമായിട്ടും പ്രമുഖരായിട്ടൊക്കെ പരിചയമുള്ള വ്യക്തിയാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞതുപോലെ സമ്പന്നരുടെ അടുത്തും സ്പോൺസർമാരുടെ അടുത്തൊക്കെ പോയി കാശ് പിരിക്കുന്നത്. ഇത് അവരുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഒരു കലാപരിപാടിയുടെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. ഈ ശബരിമല കൊള്ള പോലെ ഒരു വലിയ കൊള്ള കേരളം കണ്ടതിൽ വെച്ച് ഒരു വലിയ കൊള്ള, ഈ കൊള്ള തെളിയിക്കപ്പെടേണ്ടത് ജനത്തിൻ്റെ ആവശ്യമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണ്ടേ? അതായത് എന്നും തേഞ്ഞു മാഞ്ഞു പോകുന്ന കേസുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അതിനകത്തിപ്പോൾ എനിക്ക് പ്രജിതയോട് സഹതാപം തോന്നുന്നുണ്ട്. കാരണം നമ്മളുടെ ജനാധിപത്യ സംവിധാനം ശരിക്കും പറയാൻ നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണോ അതോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ഇത് മാറണ്ടേ? എനിക്ക് അതിന് ഉത്തരവില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, മാറേണ്ടതാണ്. അപ്പോൾ അത് ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്ററിയാണ്. അത് ഈ നേതാക്കന്മാരെ കുറ്റം പറയേണ്ട കാര്യമില്ല. നേതാക്കന്മാരെ നമ്മൾ ഇപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള നേതാക്കന്മാരുള്ളതിൻ്റെ പേരിൽ സാങ്കേതികമായി നമ്മുടെ ജനാധിപത്യ സംവിധാനം നിലനിന്ന് പോകുന്നു. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അയൽ രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുക, അവിടെ എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാർത്ഥമോഹികളായിട്ടുള്ള നേതാക്കന്മാരുണ്ടായതിൻ്റെ പേരിൽ സാങ്കേതികത്വത്തിലെങ്കിലും നമ്മുടെ ജനാധിപത്യ സംവിധാനം ഓടിപ്പോകുന്നു. കുറച്ചൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ പാർട്ടിസിപ്പേറ്ററിയാണ്. അപ്പോൾ നമ്മൾ പങ്കെടുക്കുന്നില്ല. നമ്മൾ നേതാക്കന്മാരെല്ലാം ചെയ്തു തരണം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നിലനിൽക്കുന്നിടത്തോളം കാലം അവരുടെ പ്രതീക്ഷ അതിനകത്താണ്. ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഉള്ളൊരു വിശ്വാസം നിലനിൽക്കുമ്പോൾ അവർക്ക് രക്ഷകരായി അവതരിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയുള്ള ഇതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള എല്ലാ വൈകൃതങ്ങളും ജനാധിപത്യ സംവിധാനത്തിൽ നടത്തുന്നത്. പിന്നെ ഇന്നത്തെ
ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാധ്യമപ്രവർത്തനം ഒഴികെ ബാക്കിയെല്ലാം അറിയാവുന്നൊരവസ്ഥയിലാണ്. ഈ മാധ്യമങ്ങളുടെ ഇവിടുത്തെ ഒരു പൊള്ളയായ പൈങ്കിളി അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പം ഇത്തരം രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയം കളിക്കുന്നത്. അവർക്കൊരു 2 ദിവസത്തെ ചർച്ച, അത് കഴിയുമ്പോഴത്തേക്ക് 2-3 അടിസ്ഥാനരഹിതവും കാച്ചി കഴിഞ്ഞാൽ അടുത്ത വിഷയം വരും, അതിൻ്റെ പിന്നാലെ പൊക്കോളൂ. ചാനലുകൾക്ക് ഈ ജനായത്ത സംവിധാനം മെച്ചപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പ് ഇതാവും എന്നൊക്കെ ഒരു ജനായത്തെക്കുറിച്ച് പറയുമെങ്കിലും അവർ അതിനകത്തല്ല ബോധേഡാവുന്നത്. അവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റേറ്റിംഗ് ഫോക്കസാണ്. സർ, അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന വീണ്ടും ഒരു ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കും? അത് ബാധിക്കുമോ അവരെ ഇലക്ഷനിൽ? അത് മിക്കവാറും ബാധിക്കാൻ, ഒരു പരിധിവരെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ സ്വർണ്ണക്കള്ളയുടെ പശ്ചാത്തലത്തിൽ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുള്ളത് ഹിന്ദു വോട്ടുകൾ മറിയുമെന്നുള്ളതാണ്. ആ ഹിന്ദു വോട്ടുകൾ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള അതിശക്തമായ ഒരു വർഗീയ വികാരത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ശ്രമം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.